ഹായ് ഹായ്. ഇന്നുണ്ണി അവിടെ 28 കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ്. അപ്പോൾ ഇന്നലെ ഈ നേരത്തും ഇതിന്റെ തലേദിവസമൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടാകുന്നതിന്റെ ആ ഒരു ശരിക്കും ആ ഒരു ശബ്ദം ചെവിന്ന് ഇപ്പോഴും പോയിട്ടില്ല. അപ്പൊ ഇന്ന് ഞങ്ങൾ തനിച്ചാണ്. ഞങ്ങൾ വീണ്ടും ആ ഒരു പഴയൊരു സ്ഥിതിയിലേക്ക് വന്ന പോലെ. അപ്പൊ ഫുഡിന്റെ കാര്യമൊക്കെ ഇന്ന് ചോറ് കുറച്ചുള്ളൂ. കാരണം കാലത്ത് ചോറ് വെച്ചത് കുറച്ച് ചോറ് വെച്ചിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് കാലത്ത് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വൈകിട്ട് നമുക്ക് ദോശ, ചപ്പാത്തി, പൊറോട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നുള്ളൊരു സെറ്റപ്പില്. അങ്ങനെ ഞങ്ങള് പൊറോട്ടയാണ് മേടിച്ചിരിക്കുന്നത്. പൊറോട്ട മേടിച്ചു, ഒരു 100 കൂടെ ചില്ലി ചിക്കനും മേടിച്ചു. ചില്ലി ചിക്കൻ മേടിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ചില്ലി ചിക്കനും അങ്ങനെയൊന്നും പുറമേന്ന് ചിക്കന്റെ സാധനങ്ങൾ നമ്മൾ മേടിക്കാറില്ല. എന്തുണ്ടെങ്കിലും നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് വീട്ടിൽ ഉണ്ടാക്കാറാണ് പതിവ്. ഇന്നിപ്പോ ഞങ്ങൾ അത്താണിയിലേക്ക് പൊറോട്ട മേടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ സാമ്പാറുണ്ട്. അതായത് ഉണ്ണിയുടെ പെരുവാട്ട സാമ്പാർ. ഞാൻ മേമയുടെ അടുത്ത് കുറേ സാമ്പാർ വെക്കാൻ പറഞ്ഞു. അതായത് മേമേ ഇവിടെ കറി വെക്കാനാണ്, അതായത് എനിക്ക് കറി വെക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും. അപ്പം എന്തായാലും 28 കഴിഞ്ഞാലും സാമ്പാറൊക്കെ ആകുമ്പോൾ നാശാവാതെ എടുത്ത് വെക്കാം. അപ്പം ഞാൻ പറഞ്ഞു മേമേ സാമ്പാർ കുറച്ച് കൂടുതൽ വെക്കണം. കാരണം പിറ്റേ ദിവസം ഇഡ്ഡലിയോ ദോശയോ ഞാൻ ഉണ്ടാക്കുമ്പോൾ, നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാണല്ലോ, നമ്മൾ ഉണ്ടാക്കുമ്പോൾ കറികൾക്കാണ് ക്ഷാമം വരാറുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു മേമ കുറച്ച് സാമ്പാർ കൂടുതൽ വെച്ചോളൂ കേട്ടോ. അതുകൊണ്ട് സാമ്പാർ കൂടുതൽ വെച്ചു മേമ. അതുപോലെ തന്നെ അപ്പം സാമ്പാർ ഒരുപാടുണ്ട്. ആ ഒരു സാമ്പാർ ഇപ്പോഴും അടിപൊളിയാണ് കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾ പാകത്തിന് എടുക്കണുള്ളൂ. അപ്പോൾ ഇന്ന് പൊറോട്ട മേടിച്ചിട്ട് വരുമ്പോൾ സാമ്പാർ കൂട്ടി കഴിക്കാന്നുള്ള പ്ലാനിൽ വരുമ്പോൾ പുതിയൊരു കട അത്താണിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയൊരു കട. ആ ഒരു കടയിൽ നിന്നാണ് ചില്ലി ചിക്കൻ മേടിച്ചേക്കുന്നത്. അപ്പോൾ തൊത്ത് പറഞ്ഞ വെച്ചാൽ പുതിയൊരു ഹോട്ടലിൽ വന്നിട്ടുണ്ടല്ലോ, നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് തൊട്ടപ്പുറത്തുനിന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും തീയും കൂടിയിട്ട് അവിടെ നിർത്തിയിട്ട്, ചേട്ടാ എന്നാ കട തുടങ്ങി ചോദിച്ചു. അപ്പോൾ 4 ദിവസമായിട്ടുള്ള കട തുടങ്ങിയിട്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ 4 ദിവസമായിട്ട് വൈകിട്ട് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഒരു കട വന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ നിങ്ങളുടെ ഈ ഷോപ്പിൻ്റെ കുറച്ച് ദൂരത്താണ് ഞാൻ പാനിപൂരി കച്ചവടമൊക്കെ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഉത്സവ സീസൺ കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ചെയ്തിട്ടില്ല, വൈഫ് പ്രസവിച്ച് കിടക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, എന്തായാലും കയറിയ സ്ഥിതിക്ക് ഒരു 100 രൂപയ്ക്ക് ചില്ലി ചിക്കൻ തായിരുന്നു. അപ്പം ചില്ലി ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഉള്ളത് ഷെയർ ചെയ്തിട്ട് സാമ്പാറും ചില്ലി ചിക്കനും കൂടിയിട്ട് ഇന്ന് കഴിക്കും. ദിശ ബാക്കി പറഞ്ഞു തരും കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. എല്ലാരും ഫുഡ് കഴിച്ചോ? അപ്പൊ ഞങ്ങൾ കഴിക്കാട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 രൂപയ്ക്ക് മുന്തിരി. 50 രൂപയ്ക്ക് മുന്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷമായിട്ട് നമ്മൾ ആ കടകളിൽ നിന്ന് മേടിക്കുന്ന ഒരു പരിചയം. അപ്പോൾ അവിടുത്തെ ഓണർ തന്നെയാണ് അവിടുത്തെ പയ്യൻ. അപ്പോൾ മൂപ്പര് നമുക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെന്നാൽ തന്നെ എനിക്ക് നിറച്ച് സാധനങ്ങൾ എടുത്തു തരും. ചില സമയത്ത് വിലയൊന്നും നോക്കില്ല, ചേട്ടത് കൊണ്ടുപോയി എന്ന് പറയും. എന്നിട്ട് ഒരു 100 രൂപ തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഒരു ഏകദേശം അന്നത്തെ സാധനം, അതായത് അന്ന് ഫിനിഷ് ചെയ്യാനുള്ള ആ ഒരു ബോക്സ് ആണെങ്കിൽ ചിലപ്പോൾ അത്രയും നമുക്ക് മുന്തിരിയൊക്കെ, ഒരു ലോഡ് മുന്തിരിയൊക്കെ തരും. അങ്ങനെ വരുമ്പോൾ തന്നെ ഞാൻ ചിലപ്പോൾ തൊട്ടപ്പുറത്ത് വീട്ടിലൊക്കെ കൊടുക്കൂട്ടാ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് 50 രൂപയുടെ മുന്തിരി മേടിച്ചു. നല്ല മധുരമുണ്ട്, കറുപ്പ് മുന്തിരി. ഇപ്പോൾ കുരുവില്ലാത്ത പച്ചമുന്തിരിയാണല്ലോ ട്രെൻഡ്. അപ്പോൾ ഞങ്ങൾ കറുപ്പ് മുന്തിരി കുറേ നാളായിട്ട് മേടിച്ചിട്ട്, അപ്പോൾ കുറച്ച് കറുപ്പ് മുന്തിരി മേടിച്ചു. നല്ല മധുരമുണ്ട്. ദിയക്ക് കറുപ്പ് മുന്തിരി അത്ര ഇഷ്ടമല്ല, കൂടുതലും കഴിക്കുക പച്ചയാണ്. പക്ഷെ ഞാൻ നീ എടുത്ത് പറഞ്ഞു നല്ല മധുരമുണ്ട്, നീ തൊലി ഇഷ്ടമല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ട് കഴിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഒരു മാങ്ങ, അത് എന്തിട്ട് മാങ്ങയെന്ന് അറിയില്ല, ഇപ്പോൾ വന്നിട്ടുള്ള മാങ്ങകളുടെ ഒരു ഇതാണ്. ഇതിനറിയാം നമുക്ക് പേരെന്താന്ന് ഇല്ല. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത മാങ്ങ ചേട്ടാന്ന് പറഞ്ഞിട്ടാണ് ഈ മാങ്ങ തന്നേക്കണത് കേട്ടോ. പിന്നെ മൂവാണ്ടനല്ല, പിന്നെ മൂവാണ്ട നമ്മുടെ തറവാട്ടിലുള്ള മാങ്ങയല്ലേ, ഇതല്ല. ഇതൊക്കെ വരവ് മാങ്ങകളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുവിധമെല്ലാം മാങ്ങയും കഴിച്ചില്ല ഈ സീസണിൽ. ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് ഒരുവിധമെല്ലാം മാങ്ങ ഇപ്പോൾ കഴിച്ചു കേട്ടോ. നീളൻ, വട്ടം, അങ്ങനെ അത് പല മോഡലിലുള്ള മാങ്ങകളൊക്കെ ഞങ്ങളിപ്പോൾ ഈ അടുത്ത് മേടിച്ച് കഴിക്കുക. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വൈകുന്നേരം എന്തായാലും ഞങ്ങൾ മേടിച്ച് കഴിക്കുന്ന ഒരു പതിവുണ്ട്. കാരണം ഞങ്ങൾ ഇവിടെ മൊബൈലിലായാലും ഇപ്പോൾ നമ്മളൊരു സിനിമ കാണുകയാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഊണ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട്സ് ഇങ്ങനെ ഇരുന്ന് കഴിക്കണ ഒരു അതൊരു എയിമാണെന്ന് പറയില്ല. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് നല്ലതുമാണല്ലോ ശരീരത്തിന്. എന്തെങ്കിലും ഒരു ഐറ്റമായിട്ട് മേടിക്കും. അത് ഞാൻ അവിടെ തൃശ്ശൂരിൽ നിന്ന് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വരികയാണെങ്കിൽ, വർക്ക് കഴിഞ്ഞ് വരികയാണെങ്കിൽ, ഞാൻ അത്താണിയിൽ എത്തി കഴിഞ്ഞാൽ
തന്നെ ഫ്രൂട്ട്സ് കടയിലേക്ക് ഒരു കയറ്റം എന്തായാലും കയറും, എന്തെങ്കിലും കയറും. ജസ്റ്റ് ഒരു അവിടെ നിന്ന് കുറച്ച് ഐറ്റം എന്തെങ്കിലും കുറച്ച് ഐറ്റംസ് കൊണ്ടുവരും എന്നുള്ളതാണ്. ഇപ്പോൾ മാതള നാരങ്ങ കുറച്ചാളായിട്ട് ഇപ്പോൾ കഴിച്ചിട്ടില്ല അല്ലേ? മാതള നാരങ്ങ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം തണ്ണിമത്തനൊക്കെ മര്യാദ ലോഡ് കഴിച്ചിട്ടുണ്ടല്ലേ നമ്മള്. അല്ല ഇപ്പോ ഒരു ട്രെൻഡ് നിൽക്കുന്നത് എന്താ ഇവൾക്ക് ഇഷ്ടമുള്ള സാധനം റംബൂട്ടാൻ. ഈ റംബൂട്ടാൻ എന്ന് പറഞ്ഞ ഒരു കൃഷി തന്നെ ഈ കുറാഞ്ചേരിയിൽ ഞങ്ങളുടെ ഇവിടെ വീടിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ കുറാഞ്ചേരി പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് ഈ റംബൂട്ടാൻ്റെ കൃഷി. ഞാനൊക്കെ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നുണ്ട്. അവർ തന്നെ അത് പൊട്ടിച്ചിട്ട് അവർ തന്നെ സെയിൽ ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പോൾ കണ്ടുകൊണ്ടത്. അപ്പോൾ ബേക്കറിയിലൊക്കെ 300 രൂപയാണ് ഇപ്പോൾ ഒരു കിലോ റംബൂട്ടാൻ. അപ്പോൾ ഒരു 100 രൂപ കൊടുത്താൽ കുറച്ചല്ലേ കിട്ടണുള്ളൂ. അപ്പോൾ ചില സമയത്തൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട്. ചിലപ്പോൾ ഇവൾക്ക് ആഗ്രഹം തോന്നി ഞാൻ 1 2 മേടിച്ച് അപ്പം തന്നെ അവിടെ നിന്ന് കൊടുക്കൂട്ടോ. ഭയങ്കര തീപ്പുള്ള റേറ്റ് അല്ല റംബൂട്ടാനൊക്കെ. അതെ, പിന്നെ ഞാൻ 2 ഇവൾക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 മേടിച്ചിട്ട് ഒരെണ്ണം വണ്ടിയുടെ ഉള്ളിലൊക്കെ എടുക്കുന്നുണ്ട്. എടുത്തൂലേ? ഞാനത് തിന്ന്, അമ്മയുടെ തിന്ന്, ഞാനത് തിന്ന് പകുതി അമ്മയ്ക്ക് കൊടുത്ത്. ഞാന് 28 വേറെ സ്ഥലത്തേക്കൊക്കെ പോയിട്ട് ഞാൻ വണ്ടിയുടെ സീറ്റ് തുറക്കുമ്പോഴേ ഒരു റംബൂട്ടാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ പെട്രോൾ അടിക്കാൻ പോയപ്പോൾ പെട്രോൾ പമ്പിലേക്ക് പറയാം ചേട്ടാ റംബൂട്ടാനൊക്കെ ഉണ്ടല്ലോ ഇതിൽ. അപ്പോൾ കുറാഞ്ചേരിയത്തെ പെട്രോൾ പമ്പിലെ പൈന പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സന്തോഷം പങ്കുവെച്ചത് മാത്രം. ഭക്ഷണം കഴിച്ചു, പൊറാട്ടയുണ്ട്, ചോറുണ്ട് കേട്ടോ. ചോറ് കുറച്ചുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ചോറ് എനിക്ക് എന്ത് കഴിച്ചാലും വൈകുന്നേരം കുറച്ച് ചോറ് കഴിക്കണം. അതൊരു പതിവാണ്, അതൊരു ശീലമാണെന്നുള്ളതാണ്. പിന്നെ കറികൾക്കൊന്നും അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല. പപ്പടം വേണമെന്നോ മീൻ വറുത്തത് വേണമെന്നൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളത് പറയാം. നമ്മുടെ തറവാട്ടിൽ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് ഞാൻ നിന്ന് പണിക്ക് പോയതും കുറച്ച് പഠിക്കാനൊക്കെ പോയതൊക്കെ. അപ്പോൾ എൻ്റെ അമ്മാമ്മ അച്ചാച്ചനായതുകൊണ്ട് അവർക്ക് പ്രായമായതുകൊണ്ട് അവർ നമുക്ക് കോളേജിൽ പോണ സമയത്തായാലും ഇനിയിപ്പോൾ പണിക്ക് പോണ സമയത്താണെങ്കിലും നമുക്ക് അവർ തറവാട്ടിൽ മാങ്ങയുള്ളത് കൊണ്ട് മുന്നിൽ ഇപ്പോൾ മൂവാണ്ട് മാങ്ങയുടെ കഥ പറഞ്ഞല്ലോ, വീട്ടിലെ മുന്നിൽ വലിയൊരു മാവുണ്ട്. ആ മാവ് ഇപ്പോൾ മുറിച്ചു വിട്ടാ. കഴിഞ്ഞ കൊല്ലം മാവ് മുറിച്ചു, കാരണം അത്രയും വർഷം പഴക്കായി. അപ്പോൾ അതിലൊക്കെ ഓണത്തിന് ഊഞ്ഞാലൊക്കെ ഇടുക. അപ്പോൾ ആ മാങ്ങ അവിടെ വീണ മാങ്ങ എൻ്റെ അമ്മയുടെ അമ്മ മുറിച്ച്, കണ്ണൊന്നും കാണില്ല, ചിലപ്പോൾ പുഴുവൊക്കെ ഉണ്ടാവും തോന്നുന്നു, എന്നൊക്കെ മുറിച്ച് അരിഞ്ഞെടുത്ത് വയ്ക്കും. എന്നെനിക്കൊരു ചമ്മന്തി, മാങ്ങ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അമ്മാമ്മ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം വിശന്ന സമയത്താവും ചിലപ്പോൾ ഇത് കിട്ടുക. അപ്പം നമ്മൾ അതങ്ങടെ അടിച്ച് കയറ്റി വിടും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറികളില്ലെങ്കിലും കറികൾക്കൊരു പ്രാധാന്യം ഞാൻ കൊടുക്കാറില്ല. എന്തുണ്ടെങ്കിലും കഴിക്കും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഇന്നത് അങ്ങനത്തെ ഒരു മൈൻഡാണ്. അല്ല, അങ്ങനത്തെ ഒരു മൈൻഡാണെന്ന് മാത്രം കേട്ടോ. അങ്ങനെ വേറെ ഒരു എന്നാൽ എല്ലാം കഴിക്കും. എല്ലാത്തിനോടും സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ നന്നായി സദ്യ ഒന്നും കയറ്റി വിടില്ല. പക്ഷെ ചോറിനോട് ഭയങ്കര ഇഷ്ടമാണ്. ചോറ് അത്ര ഇപ്പോൾ ചിലപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ ചിലവർ പറയുന്നുണ്ടാവും ചോറ് അത്ര നല്ലതല്ല, ശരീരത്തിന് ഷുഗർ കയറും. ശരിയാണ്. പക്ഷെ എനിക്ക് കാലത്തൊക്കെ കഞ്ഞി കിട്ടിയാലാണ്, ഞാൻ സിമെൻറ്റ് വർക്കിനൊക്കെ പോണ കാലത്ത് എനിക്ക് കാലത്ത് 10 മണിക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ ആ വീട്ടുകാരോട് പറയും കഞ്ഞി വേണമെന്ന് പറയും. പിന്നെ ഈ ബംഗാളീസൊക്കെ വന്നതിന് ശേഷമാണ് പണിസ്ഥലത്തൊക്കെ കഞ്ഞി പോയിട്ട് ഈ പൊറാട്ട വന്നു തുടങ്ങിയത്. അച്ഛനെപ്പം നോക്കിയാലും പിന്നെ രാവിലെ എൻ്റെ മറ്റേ ഉപ്മാവൊന്നും കഴിക്കില്ല. അച്ഛന് ഏറ്റവും രാവിലെ തന്നെ അച്ഛൻ പഴം കഞ്ഞിയൊക്കെ കുടിക്കാറുണ്ട്, തൈരൊക്കെ. അത് പലഹാരങ്ങൾ എന്തെങ്കിലും ദൃശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഈ ഉപ്പുമാവും പുട്ടും ഇങ്ങനത്തെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അന്നത്തെ ദിവസം ആകെ ഒരു ഉറക്കക്ഷീണം, തലയ്ക്കൊക്കെ ഒരു മത്ത് പോലെ. ഇതാകുമ്പോൾ ആ കഞ്ഞിയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളച്ചോറൊക്കെ ഇങ്ങനെ കാലത്ത് കഴിച്ചാൽ കറി വേണമെന്നില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ ഒരു ചമ്മന്തി വെറുതെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിലും ഒക്കെ അത് ഭയങ്കര ഒരു ശരീരത്തിനൊക്കെ ഒരു മാൻ പവറാണ്. അപ്പോൾ ഈ ഒരു വീടൊക്കെ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു വീട്, ഇതൊക്കെ ഞാൻ തനിച്ചുണ്ടാക്കിയതാണ്. പറയുമ്പോൾ ഇത്രയും വലിയ ഈ ഒരു കവുങ്ങൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ മുകളിലേക്ക് പൊക്കി കയറ്റി എന്നുള്ളത് ഇതിപ്പോൾ ഈ അടുത്ത് നമ്മൾ പൊളിച്ച് പണിതിട്ടുള്ളതാണ് കേട്ടോ. അതിന് നമുക്ക് 2 പണിക്കാരുണ്ടായിരുന്നു. വല്യമ്മയുടെ മക്കളെ തന്നെയാണ് പണിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് ഞാൻ പണി കഴിഞ്ഞപ്പോൾ കൂലിയൊക്കെ കൊടുത്തു. അപ്പോൾ എനിക്കറിയാം ദൃശ്യന് പ്രസവം കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേ, മഴയൊക്കെ വരുന്നതിന് മുന്നേ ഒന്ന് പൊളിച്ച് മേയാൻ വേണ്ടിയിട്ട് കുറച്ച് നാൾ മുന്നേ, ഇപ്പോൾ ഒരു 4-5-6 മാസം ഉണ്ടാവൂല്ലേ. ഇപ്പോൾ 6 മാസം മുന്നേ പൊളിച്ച് മേഞ്ഞതാണ്. അതിൽ മുന്നേ ഞാനത് തനിച്ചത് ചെയ്തു എന്നുള്ളതാണ്. എന്ത് മുന്നേ പറഞ്ഞ തറവാട്ടത്ത് വാങ്ങിച്ച ഇഷ്ടമല്ലേ. എന്താ വീണ അപ്പക്ക്
അങ്ങോട്ട് പോയാൽ തീരും. ഞങ്ങളുടെ അച്ഛൻ എന്തുണ്ടെങ്കിലും ദിയക്ക് എടുത്തു വയ്ക്കുമെന്ന് പറയാം. ദിയനെ കുടുതാന്നാ വിളിക്കുക, കുടുതേന്ന് വിളിക്കും കേട്ടോ. ഞാൻ സ്കൂളിൽ പോയിട്ട് 5-10 തരാറുണ്ട്. അതല്ലേ പൈസയൊക്കെ തരും അല്ലേ. അതാണ് ഈ കാരണവന്മാര് ഈ പ്രായമായവര്, നമുക്ക് എൻ്റെ അമ്മമ്മയായാലും ചച്ചനായാലും എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഓർമ്മകളിൽ അങ്ങനെ ഉണ്ടാവും. എന്ന് വെച്ചാൽ പ്രായമായവർ മടക്കി പിടിച്ചിട്ട് തരുന്ന 10 രൂപയാണെങ്കിലും അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു നമുക്കത് എത്ര കോടികളെക്കാളും വില മതിക്കുന്നതാണെന്നുള്ളതാണ്. അങ്ങനെ അതൊരു വെയിമാണ്. അതൊക്കെ ഇനി കിട്ടില്ല. എന്ന് വെച്ചാൽ അതൊക്കെ ഇപ്പോൾ അച്ഛൻ അമ്മാമ്മയൊക്കെ മരണപ്പെട്ടു. നമ്മുടെ ഓർമ്മകളിലൊക്കെ നമുക്ക് പഴയ കാലഘട്ടം, എന്നെ സംബന്ധിച്ച് എനിക്ക് പഴയ കാലഘട്ടങ്ങളാണ് എപ്പോഴും ഓർത്തെടുക്കാനൊക്കെ ഏറ്റവും ഇഷ്ടം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല, ഈ വീഡിയോ ഒന്നും മതിയാവില്ല, അത്രമാത്രം വീഡിയോ ഇട്ടേക്കാനുള്ള വലിയ സംഭവങ്ങളുണ്ടാവും. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 ദിവസം മുന്നേ കുറച്ച് ആളുകളൊക്കെ വന്ന്, നമ്മളിപ്പോൾ അച്ഛനും മാമനൊക്കെ വന്നപ്പോൾ തന്നെ ഒരു 4 പേര് വന്നപ്പോൾ തന്നെ ഈ വീട് നിറഞ്ഞ പോലെ. പക്ഷേ അവരില്ലാതായപ്പോൾ സാധാരണ ബന്ധുവീട്ടുകാരെ നമ്മൾ ബന്ധുവീട്ടിൽ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ആളൊഴിയുമ്പോൾ നമുക്ക് ഒരു ഉത്സവപ്പറമ്പ് പോലെയാണ്. പൂരം ഒഴിഞ്ഞ ഉത്സവപ്പറമ്പാകുമ്പോൾ എങ്ങനെ ഉണ്ടാവും, നമുക്ക് ഒറ്റയ്ക്ക് കാവ് മാത്രമാകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പം അതുപോലത്തെ ഒരു ഫീലിംഗ് ആണെന്ന് മാത്രം. പക്ഷേ ഇതൊരു നല്ല കാര്യമാണ് ഒരു കണക്കിന്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒത്തുചേരാൻ ഇനിയും ഒരു അവസരം ഉണ്ടാവും. അതിനു വേണ്ടി കാത്തിരിക്കുമ്പോഴാണല്ലോ സ്നേഹം അവിടെ കൂടുക എന്നുള്ളത് ബന്ധങ്ങൾക്ക്. ഇനി മനസ്സിലൊരു ആഗ്രഹം കൂടി ഉണ്ട്. ദൃശ്യയുടെ കുറച്ച് ആൾക്കാരും കൂടി വന്ന് ഒരു നല്ല സെറ്റപ്പായിട്ടുള്ള ആ ഒരു ദൃശ്യം കൂടിയും ഫുള്ള് പവറും പോസിറ്റീവായിട്ടുള്ള ഒരു ഉണ്ണിമോളുടെ അല്ലെങ്കിൽ കുഞ്ഞുമോളുടെ കാര്യങ്ങളൊക്കെ ഇനി കൂടുതലായിട്ട് എല്ലാവരും വന്ന് നടക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ട്. അപ്പോൾ ഇപ്പോഴൊരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് ദൃശ്യയുടെ ആൾക്കാർ കൂടുതൽ വരാത്തത് എന്നുള്ളൊരു ചോദ്യം വരികയാണെങ്കിൽ ഇപ്പോൾ ചെറിയൊരു മറുപടി ആയിട്ട് പറയാം. അവർക്കൊക്കെ ഞങ്ങൾ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് വിശേഷങ്ങൾ. പക്ഷെ അവർക്ക് വരാൻ കഴിയില്ല, കാരണം അവരൊക്കെ ജോലിയുള്ളവരാണ്, കുറച്ച് അകലയിലുള്ളവരാണ്. അതുകൊണ്ടാണ് അവരിപ്പോൾ വരാത്തത്. എങ്കിലും കൂടിയിട്ട് എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടെന്നുള്ളതാണ്. അതിലിപ്പോൾ ഒരാൾ മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത്. അത് ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇനിയും പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ദൃശ്യ മാമ്പഴം അടിപൊളിയാണോ? മധുരം ഉണ്ടോ? നല്ല ടേസ്റ്റുള്ള മാമ്പഴം. അതെ, മുന്തിരി എങ്ങനെയുണ്ട്? അച്ഛൻ്റെ കുട്ടി കഴിക്കണ്ട? കഴിക്കണം, നമുക്കുള്ളതാണ് നമുക്ക് കഴിക്കാൻ പാടുള്ളൂ. നമ്മുടെ അടുത്തുള്ളതല്ലേ നമുക്ക് കഴിക്കാം. അങ്ങനെ ശീലിക്കണം കേട്ടോ അച്ഛൻ്റെ കുട്ടി. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറയാം. നാളെ കാണാം എന്തായാലും. ഇനി ഉണ്ണിവാവ കുറേശ്ശെ ഉണർന്നു തുടങ്ങിയിട്ടുണ്ട്. ഉണ്ണിയെ കാണാത്തവർക്ക് ഉണ്ണിയുടെ ഒരു വീഡിയോ, ദൃശ്യ കൈ പിടിച്ചിരിക്കുന്ന ഒരു വീഡിയോ ഇട്ടുണ്ട് കേട്ടോ, അതെല്ലാവരും കാണാം. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകളോടൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാണുന്ന വീഡിയോയിൽ ഞങ്ങളെങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ഞങ്ങളുടെ കുറച്ച് ബാക്കിലത്തെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നമ്മളൊരു ഞങ്ങളുടെ തുടക്കം മുതലുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മളൊരു വീഡിയോകളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിലുള്ള വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഞങ്ങൾ എന്താണെന്നുള്ളത്, ഞങ്ങൾ എവിടെയാണെന്നുള്ളതൊക്കെ ഒരു രൂപം കിട്ടും. അപ്പോൾ കുറേ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അത് മറക്കാൻ കഴിയുമെന്ന് വെച്ചാൽ കുറേ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അതിൽ തന്നെ കിട്ടും. സ്റ്റാർട്ടിംഗ് ആയിട്ട് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നമ്മളെ കുറ്റം പറയാനൊക്കെ തോന്നും, അല്ലെങ്കിൽ എപ്പോഴും എന്താ അങ്ങനെ നെഗറ്റീവ് ഇടുന്നത്, എന്താണ് അങ്ങനെ ഒരു വിഷമം പോലെ ഇരിക്കണമെന്ന് പറയുമ്പോൾ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ വീഡിയോയിലൂടെ വരുള്ളൂ. കാരണം നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മുഖത്തൊക്കെ നമുക്ക് നല്ല ഹാപ്പിനെസ് വരും. അല്ലാത്തപ്പോൾ ഇപ്പോൾ ശരിക്കും എൻ്റെ മുഖത്ത് തന്നെ എനിക്കൊരു ഫീലുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷം കഴിഞ്ഞൊരു വീടാണ്. അപ്പോൾ ഒരു ഉറക്കക്ഷീണവും കുറച്ച് ഉണർവും ഒക്കെ ഉണ്ടാവും. അതിപ്പോൾ ദൃശ്യം നോക്കിയാൽ ചിലപ്പോൾ ദൃശ്യം ഫുൾ ടൈം ഹാപ്പി ആയിരിക്കും. ദൃശ്യ ചിരിച്ചുകൊണ്ടുള്ള വീഡിയോ ഉണ്ണിവാവിടെ പരിപാടിയുടെ അടുത്താണ് വന്നതെന്നുള്ളത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ദൃശ്യ ഹാപ്പി ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതുവരെ നമ്മൾ സാഡ് തന്നെയായിരുന്നു. സാഡ് ആവാനുള്ള കാരണം നമ്മളിവിടെ ഒറ്റയ്ക്കാണ്. നമ്മുടെ കുറേ കാര്യങ്ങളും നമ്മൾ പ്രസവം കഴിഞ്ഞ് കയറി വന്നപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യമായാലും നമ്മുടെ സിറ്റുവേഷൻ്റെ കാര്യങ്ങളായാലും എല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒറ്റ തന്നെയാണ്. അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു.